മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാറിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന സകല കമ്മികളും കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോകളാണ് നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതല് കോടിയേരി ബാലകൃഷ്ണൻ മുതല് VS അച്യുതാനന്ദൻ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇടത് നേതാക്കന്മാര് ഇതേ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലത്ത് ഇന്ന് ഗണേഷ് കുമാറിനെതിരെ ഏത് രീതിയിലുള്ള വിഷയമാണോ ഉണ്ടായത്, അതായത് ഇന്നിപ്പോ രണ്ടാമത്തെ ഭാര്യയാണ് ഈ രംഗത്തെത്തിയിട്ട് ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, മന്ത്രിയുടെ സ്റ്റാഫ് അവരെ ഉപദ്രവിച്ചോ, മാത്രമല്ല 112 ഫോൺ വിളിച്ചോ, മാത്രമല്ല ആഭ്യന്തരമന്ത്രിയുടെ മകളെ തന്നെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ തന്നെ വിളിച്ച് ഈ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ബോധിപ്പിച്ചോ, എന്നിട്ടും ഒരു തരത്തിലുള്ള നീതിയും ഉണ്ടായില്ല എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യയാണിപ്പോ വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി കേരളം ഭരിച്ച സമയത്തും ഇതേപോലെ തന്നെ അന്ന് ആദ്യ ഭാര്യ ഈ രംഗത്തെത്തിയ സമയത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിനൊക്കെ നാണം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത കുറിനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രിയും മന്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്, സാധാരണ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ അത്തരം ഒരാളെ സംരക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ, അന്ന് ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ ഈ പരാതിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയ സമയത്ത് അന്ന് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞത് മാനവും നാടൊക്കെ വേണ്ടേ ഈ പറയുന്ന രാജിവെപ്പിക്കാനേ. മാത്രമല്ല, മുഖ്യമന്ത്രി മന്ത്രി എന്നൊക്കെ പറയുന്നത് ഉന്നത സ്ഥാനമുള്ളതാണ് എന്നൊക്കെ പിണറായി വിജയൻ തന്നെയാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയനോട് തന്നെ പറയാനുള്ളത്, മലയാളികളെ കൊണ്ട് മാനവും നാണവും ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന് വിളിപ്പിക്കാതിരിക്കാൻ അടിയന്തരമായിട്ട് ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കോ. ഇനി കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഗാർഹിക പീഡനം സംബന്ധിച്ചുള്ളൊരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ അവർ നേരത്തെ സമീപിച്ചത്. അന്ന് ആ പരാതി നിയമാനുസൃതമായി കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ സ്ത്രീക്ക് ആദ്യ പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനുള്ള അവസരം ആ സ്ത്രീക്ക് നിഷേധിക്കുകയും തൻ്റെ സഹപ്രവർത്തകനായ മന്ത്രിക്ക് ആദ്യ പരാതി കോടതിയിലെത്തിക്കാനുള്ള അവസരം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണം നടത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി തൻ്റെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിയമാനുസൃതമായ ആ പ്രശ്നം കൈകാര്യം ചെയ്തിരുന്നത്. പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത് മുഖ്യമന്ത്രിയെ വിശ്വസിച്ചുകൊണ്ടാണെന്ന് യാമിന് പരസ്യമായി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കേണ്ടുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രി നീതികേട് ചെയ്തു. അതേപോലെ തന്നെ പിണറായി വിജയൻ ഈ വിഷയത്തിൽ നീതികേട് ചെയ്തു എന്നല്ലേ മലയാളികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ കൊണ്ട് അടിയന്തരമായിട്ട് രാജിവെപ്പിച്ചേ പറ്റൂ. കാരണം മറ്റൊന്നല്ല, കോടിയേരി സഖാവ് പോലും അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള ഒരു സുവർണാവസര. നിങ്ങൾ അന്ന് എന്തിനു വേണ്ടി വാദിച്ച് ഈ രംഗത്തിറങ്ങിയോ, അതേ വിഷയത്തിൽ അതേ ഗണേഷ് കുമാറിനെയാണ് ഇപ്പോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നീതി ഉയർത്തിപ്പിടിക്കൂ. അന്തസ്സോടുകൂടി ഇവിടുത്തെ കേരള സർക്കാർ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കോ. പോലീസിനെ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ചു വരുത്തിയിട്ട് കേരള പോലീസ് കേസ് പോലും എടുക്കാതെ തിരിച്ചു വന്നു. ഗാർഹിക പീഡനം, അതായത് മന്ത്രിയുടെ സ്റ്റാഫ് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് നേരിട്ട് പോലീസിന് ഒരു പരാതി പോലും വേണ്ട. സംഭവ സ്ഥലത്തേക്ക് വിളിച്ച സമയത്ത് എത്ര തവണയായിപ്പോ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ളവർ രംഗത്തെത്തിയിട്ട് പറയുന്നത് എന്റെ കയ്യിൽ തെളിവുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ പോലീസിനോടൊന്ന് ആ സമയത്ത് പറഞ്ഞു, പക്ഷെ പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് എത്ര തവണ വിളിച്ചു പറയുന്നു. അപ്പൊ കേരളത്തിന്റെ പോലീസ് ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കണം. അത്
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെടുപ്പിച്ച് ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കൂ. മാത്രമല്ല ഇനി വി എസ് അച്യുതാനന്ദൻ പറയുന്നുണ്ട്, നിങ്ങളത് കേട്ടോക്കൂ. ഭാര്യയെ തല്ലുന്ന മന്ത്രിയെ രക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഇറക്കിയിരിക്കുന്ന ഓർഡിനൻസിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇന്നലെ യാമിനി തങ്കച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ആകെ അറിയിച്ചതുപോലെ തന്നെ അങ്ങനെ പൊട്ടിക്കരയാൻ ഇടയാകത്തക്ക തരത്തിലുള്ള കൊള്ളുകില്ലാത്ത ഒരു മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഗവർണർക്ക് ആ രാജി ഫോർവേഡ് ചെയ്തുകൊണ്ട് അയക്കേണ്ടതായി വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഭാര്യയെ തല്ലുന്ന മന്ത്രിമാരെ പോറ്റുന്ന മുഖ്യമന്ത്രിക്കും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന കാര്യം നിങ്ങൾ ജനങ്ങളോട് ആവർത്തിച്ച് പറയുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. അതിന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആ ആവശ്യമാണ് ഞങ്ങൾ അസംബ്ലിയിൽ ഉന്നയിച്ചത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ നിർത്തുന്നു. നിങ്ങൾ കേട്ടില്ലേ, ചെറിയൊരു തിരുത്തേതിലുള്ളൂ. അതായത് മന്ത്രി സ്റ്റാഫിനെ കൊണ്ടാണ് ഇപ്പൊ ഉപദ്രവിപ്പിച്ച്, അങ്ങനെയാണ് ഭാര്യ പറയുന്നത്. മന്ത്രിക്കെതിരെ ഈ ഭാര്യ രംഗത്തിറങ്ങി. അങ്ങനെയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ വിളിച്ചു പറയുന്നതിനനുസരിച്ചാണെങ്കിൽ മന്ത്രിയെ പോറ്റുന്ന പിണറായി വിജയൻ തെറ്റുകാരനാണ്. ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന പിണറായി വിജയൻ തെറ്റുകാരനാണ് എന്ന് വി എസ് അച്യുതാനന്ദനാ വിളിച്ചു പറയുന്നത്. അന്നുള്ള അതേ ഗണേഷ് കുമാറിന്റെ വിഷയം ഇന്നൊരു മാറ്റമുള്ളൂ. രണ്ടാമത്തെ ഭാര്യയായി എന്നേ ഉള്ളൂ. ഇന്ന് പിണറായി വിജയൻ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയെ സ്റ്റാഫിനെ കൊണ്ട് ആക്രമിപ്പിക്കുന്ന മന്ത്രിയെ പോറ്റുന്ന മുഖ്യമന്ത്രി ആണക്കേടല്ലേ? പിണറായി വിജയൻ അടിയന്തരമായിട്ട് തന്നെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കട്ടെ. ഇനി ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്. എന്തോ ഒരു സാധനം ഏതാ അന്തസ്സുണ്ടെങ്കിൽ ഇടതുപക്ഷോ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കൂ. അന്തസ്സുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ഗണേഷ് കുമാർ ഇവരൊക്കെ കേരളത്തിന് തന്നെ അപമാനമാവുന്ന രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ തന്നെ സകല മലയാളികൾ തിരിച്ചറിയും. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഇവിടെ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത് സകല മലയാളികളും തിരിച്ചറിയാം. വെറുതെ അല്ല സുരേഷ് ഗോപി പറയുന്ന ഗണേഷ് കുമാറിനെ മറ്റേ മോനെ എന്ന് കുറച്ച് മുമ്പേ തന്നെ വിളിച്ചത് എന്നുള്ളതല്ലേ. വെറുതെ അല്ല സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് ഗണേഷ് കുമാറിനെ വിളിച്ചത് എന്നുള്ളതും സകല മലയാളികളും ഇത്തരം കോപ്രായങ്ങളൊക്കെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.